നീ എന്താ അവിടെ തന്നെ ഇങ്ങനെ കേറി വാ. എന്റെ പൊന്ന് ജിതിനെ, നീ എന്തിനാ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നേ? എടാ നമുക്കിവിടെ കുറച്ചാൾ അടിച്ചു പൊളിച്ച് കഴിയാന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം റെഡിയാവും. ഇവിടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ? ആടാ, ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ കുടുംബം? വൈഫ് കാനഡയിൽ നേഴ്സാ, പിള്ളേരും അവളുടെ കൂടെയാ. അപ്പോൾ ചേട്ടൻ എന്താ അങ്ങോട്ട് പോവാത്തേ? എടാ നീ ആ റൂം യൂസ് ചെയ്തോ. ആ ഡാ, എന്നാലും നീ നിന്റെ ചേട്ടൻ പറഞ്ഞപ്പോഴേ നിന്നെ പറ്റിയുള്ള എൻ്റെ മൈൻഡിലെ പിക്ചർ ഒരു പാവം ചെറുക്കനായിട്ടായിരുന്നു. ഇതിപ്പോ ഒരുത്തനെ തല്ലി ആശുപത്രിയിലൊക്കെ ആക്കാന്ന് പറഞ്ഞാൽ മാരകം തന്നെ. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആളിൻ്റെ മേത്തേക്ക് വീണപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളി മാറ്റിയതാ. ഞാൻ വിചാരിച്ച ആൾ അൽച്ചേരി താഴെ വീഴുന്നു. എടാ നീ ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരാനൊന്നും പോണില്ല. ഇനി വന്നാലും ഒരുത്തന്നെ നിന്നെ തൊടാനും പോണില്ല. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നീ കുറച്ച് റെസ്റ്റ് ചെയ്യേ. എനിക്കേ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് രാത്രി പുറത്തൊക്കെ ഒന്ന് പോവാം. നീ കൊച്ചിയിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ? അല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂറൊക്കെ ഇവിടെ ആയിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ട് കപ്പൽ കാണാൻ. എന്തായാലും നിന്റെ വിസ റെഡി ആവുന്നവർ നീ ഇവിടെ കാണുമല്ലോ. നമുക്ക് എല്ലായിടത്തൊക്കെ ഒന്ന് പോവാം. നല്ല ഉറക്കായിരുന്നോ? ചുമന്ന് കിടന്നതാ. എടാ എനിക്കേ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. നീ വന്നുകൊണ്ട് ഇന്ന് ലീവാക്കിയതായിരുന്നു. പക്ഷെ കൂടുതലുള്ള ഒരാൾക്കൊരു അത്യാവശ്യം. അപ്പോൾ എനിക്ക് ഷിഫ്റ്റിന് കയറണം. ഞാനൊരു 8 മണിയാകുമ്പോഴത്തേക്ക് എത്തും രാവിലെ. ചേട്ടൻ പോയിട്ട് വാ, ഞാൻ സെറ്റാ. പിന്നെ ടേബിളിൽ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, സമയം പോലെ എടുത്ത് കഴിച്ചോ. പിന്നെ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി ജസ്റ്റ് ഒരു 100 മീറ്റർ നടന്ന ഒരു കടയുണ്ട്. ഓക്കെ. പിന്നെ ഒന്നുമില്ല, ശരി എന്നാൽ ഓക്കെ. അല്ല ചേട്ടൻ എന്താ പറയാൻ വന്നേ? അത് ഞാനതിൽ മറ്റേ കഞ്ഞിയുടെ കാര്യം പറഞ്ഞു എന്നൊരു അത് ഡൗട്ട് അടിച്ചു, അതാ. വേറെ ഒന്നുമില്ലോ. ഓക്കെ. ആരാ? ആരാന്ന്? എന്റെ പക്കറ്റ്. ഞാൻ നിന്നോട് ആദ്യത്തിനെ പറ്റി പറയണ്ടെന്ന് വിചാരിച്ചതാ. വെറുതെ എന്തിനാ നിന്നെയും പറഞ്ഞ് പേടിപ്പിക്കണേന്ന് കരുതി. അതുകൊണ്ടാണ് പറയായിരുന്നു. ഇവിടെ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, രാത്രി ഒരു 9 മണി കഴിയുമ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്നൊരു പെങ്കൊച്ചിൻ്റെ ചിരിയോ കരച്ചിലോ എന്തൊക്കെ കേൾക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പുറത്തെ ടെറസിൽ നിന്ന് ചാടിച്ചെത്ത ഒരു പെങ്കൊച്ചിൻ്റെ പ്രേതാന്നാണ് പറയുന്നത്. പലരും ഒരു സ്ത്രീരൂപത്തെ കണ്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷെ പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഒരു ഇത്. അതെ, വെറുതെ അങ്ങനെ തള്ളിക്കളിയൊന്നും വേണ്ട. രാത്രിയാവുമ്പോൾ ചില തട്ടലും മുട്ടലും ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ.
പേടിച്ചു പോയോ? നല്ല ധൈര്യം. എടാ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പ്രേതം പോകുന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമോ? നല്ല ധൈര്യമുള്ള ആളാ. അയ്യേ, ഇവനാണ് ഒരുത്തന്നെ തല്ലി ആശുപത്രിയിലാക്കിയത്. അല്ല ഞാൻ വലിയ പിള്ളേരെ ആയിരിക്കും. ശരിക്കും ഈ പ്രേതങ്ങളൊക്കെ ഉണ്ടാവോ? ഹേ, ഇനി അങ്ങനെ ഉണ്ടാവോ? നമ്മുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആരുടെ ബാക്കിൽ? കർത്താവേ കത്തോളണേ. പ്രേതം, കോപ്പ്. അയ്യോ, പ്രേതം! അയ്യോ, പ്രേതം! മിണ്ടാണ്ടിരിയടോ. എന്റെ പൊന്നു പ്രേതം ചേച്ചി, ഞാൻ പാവാ. ചേച്ചി അവിടെ നിന്ന് വളർച്ചോ, ഞാൻ പോയിക്കോളാം. അവിടെ നിക്കടോ. വരല്ലേ, ചടലേ. അയ്യോ, ആരോടോ തന്റെ പ്രേതം? ഇതൊക്കെ എവിടുന്ന് കയറി വരുന്നു? എടോ താങ്ക് യു. എടോ സോറി, ഇന്നലെ കുറച്ച് ഓവറായി പോയി. എൻ്റെ പൊന്നു കൊച്ച, വെള്ളടിച്ചിട്ട് അവിടെ എങ്ങാനും ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാ ചാടിക്കറി ഇങ്ങോട്ട് വന്നേ? എങ്ങാനും താഴെ പോയിരുന്നെങ്കിൽ ഞാൻ സമാധാനം പറയേണ്ടി വന്നേനെ. അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ടൈമാ.
അതിന് താൻ എന്തിനാ പ്രേതം പറഞ്ഞ് വിളിച്ച് കൂവാൻ പോയേ? ഓ ഞാൻ ഒന്നും പറയണില്ല. തൻ്റെ വാളും വെച്ചിട്ട് ഇന്നലെ രാത്രി മൊത്തം ഞാൻ കാവലിരുന്ന്. തന്നെ ആ കണ്ടീഷനിൽ അവിടെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഓ ഓ എടോ സോറി. ഉം. ആ പിന്നെ തന്നെയുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് വിചാരിക്കരുത്. രാത്രി ഇവിടെ അത്ര സേഫല്ല. എന്തോ പ്രേതമുണ്ടെന്നൊക്കെ പറയണേ. എന്തായാലും കുറച്ച് നാൾ ഇവിടെ കാണും. ആര് പ്രേതോ? അല്ല ഞാൻ. ഇനി ഡബിൾ പ്രേതത്തെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാ, രാത്രി വല്ലടിച്ചോട്ട് ഇങ്ങോട്ട് കയറി വരരുത് പ്ലീസ്. ഡോ അമ്മു. എൻ്റെ പേര് അമ്മു. ഓ ജിതിൻ. ഇവിടുത്തെ ചേട്ടൻ്റെ റിലേറ്റീവ് ആണോ? അല്ല, ഇവിടുത്തെ ചേട്ടനും എൻ്റെ ചേട്ടനും ക്ലോസ് ഫ്രണ്ട്സാ. ഓ, പഠിക്കുകയാണോ ഇവിടെ, അതോ എന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ജോബിന് വേണ്ടി ട്രൈ ചെയ്യണു. അപ്പൊ ശരി, കാണാം. നീ നീലവാനം തേടുന്ന പൂവായി താഴെ നീർമേലെ പൂക്കവേ, കാറ്റിൻ്റെ തൂവൽ കയ്യാലെ മെല്ലെ പൂന്തേൻ ചോരാതെ ജീവനേ, ഓരോരോളം നിന്നെയിൽ ചാഞ്ഞിടുന്നേ, തീരങ്ങൾ തോറും ശലഭങ്ങൾ പാടിടും, ആരാരോ മൂളും നിൻ ഗാനം കാതിലാകെ, നിന്നോക്കിൽ മായും മധു തേടും വണ്ടുപോ. അമ്മേ പ്ലീസ്, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്ക്. എനിക്ക് അവിടെ ഒന്നും സെറ്റാവില്ല. പിന്നെ എനിക്ക് നിങ്ങളെ വിട്ട് പോകാനും പറ്റില്ല. ഞാനിനി കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. താനായിരുന്നോ? അതെ, ഞാൻ തന്നെ. എന്തായിരുന്നു പരിപാടി? അല്ല, ഞാൻ ചുമ്മാ അവിടെ കഞ്ഞി ചൂടാക്കിയിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചു. പിന്നെ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരുന്നു. ഓ അതെല്ലേ. അല്ല, താനെന്ത് ഈ സമയത്ത് ഇവിടെ? ഞാൻ ചുമ്മാ വന്നതാ. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? അത് ആ കയറിക്കോ. അല്ല, താൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ആ കഥ കടച്ചേക്ക്. ഇനി പുറത്താരെങ്കിലും കണ്ടിട്ട് തനിക്കൊരു സീനാവണ്ട. അല്ല, രതീഷ് ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോയേക്കുമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു പോകുന്നേ. അതുകൊണ്ടല്ലേ ധൈര്യത്തോടെ കയറി വന്നേ. നീ എന്തീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ കഞ്ഞി കുടിച്ചോ? ഞാൻ ഇവിടെ ഇരുന്നോളാം. നല്ല പേടിയുണ്ടല്ലേ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? ആരെങ്കിലും കണ്ട പിന്നെ എന്ത് പറയാനാ? ഞാൻ ഇന്നിവിടെ നിന്നോട്ടെ? എന്തു പറ്റി? വീട്ടിലാരുമില്ലേ? അതൊന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, താൻ നിന്നോ. താങ്ക് യു. നീ കഞ്ഞി കുടിച്ചോ? താൻ കുടിക്കുന്നോ? പിന്നെന്താ, വാ. നീലമുകിലേ നീ കിനാവിലേ മഴയായി വീഴും യാമങ്ങളിൽ, ആരുമറിയാതെ നോവാകവേ കുളിർ നീർത്തുന്നോരാനന്ദമേ. എനിക്കാണെങ്കിൽ ഇവരോട്ട് പോകാനും തോന്നണില്ല. ഇടിവെട്ടേനും പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് എൻ്റേത്.
അല്ല അപ്പം അന്ന് ശരിക്കും എന്തുണ്ടായേ? ഒന്നും പറയണ്ട. വീട്ടിൽ വെറുതെ പനിയും പിടിച്ചിരുന്ന ഞാനാ. കൂട്ടുകാരൻ വന്ന് അരി പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയി. പോണ വഴിക്ക് ഒരുത്തൻ റോങ് സൈഡ് വന്ന് വൻ സീനായി. അവനാണെങ്കിൽ റോഡിന് നടക്കിടന്ന് വൻ ഷോ. ആ സമയം ഓപ്പോസിറ്റ് ലോറി വന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒന്ന് പിടിച്ചു മാറ്റി, ഒന്ന് തള്ളി. ദേഹം കിടക്കണം വലിച്ചു തല്ലി തോട്ടിൽ. ലാസ്റ്റ് എന്തായി? ഞാൻ അവനെ പിടിച്ച് തല്ലിയെന്നായി. പിന്നെ കേസായി, വഴക്കായി, പോലീസായി. ഞാൻ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ, പക്ഷെ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, താൻ ഈ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ വീട്ടിലാരും അന്വേഷിക്കില്ലേ? ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ താമസിക്കുന്നത്. അവൾക്കാണെങ്കിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസിലാണ്. ഇടയ്ക്ക് രാത്രി പുള്ളി പെട്ടെന്ന് കയറി വരും. ആൾക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നോടുള്ള ആളുടെ പെരുമാറ്റം അത്ര വെടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പുള്ളി ഉള്ളപ്പോൾ എനിക്കവിടെ വിശ്വസിച്ച് നിൽക്കാൻ തന്നെ പേടിയാണ്. അപ്പം അത് ചേച്ചിക്കറിയില്ലേ? ആ പാവത്തിനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ശരിയാവില്ല. എടോ, കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. ചില സമയത്തൊക്കെ ചത്താ മതി എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് പേടിയാ. അതുകൊണ്ട് അയാൾ വരുമ്പോൾ ഞാൻ ഐസായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ മുങ്ങും. ഏയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ടെറസിലെ പ്രേതം താനല്ലേ? പോടാ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാൽ നീ കിടന്നോ, ഞാൻ അപ്പുറത്തെ റൂമിൽ കിടന്നോളാം. അതൊന്നും വേണ്ട. ഇത്രയും സ്ഥലമല്ലേ, താനിവിടെ കിടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, ഇവളെവിടെ പോയി? കാണല്ലോ. എടാ, എത്ര നേരം ഇവിടെ കിടന്ന് തട്ടണു? ഒന്ന് വാതിൽ തുറക്കടാ. ശ്ശെ. എന്താടാ തുറക്കാൻ അത്ര താമസം? ഉറങ്ങിപ്പോയി. എന്താടാ നിനക്കൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. എടാ, നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യമാണ്. ഞാൻ വിളിച്ചോളാം. എടാ, നിന്റെ വിസ വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി അവൻ എന്നെ വിളിച്ചേ. നീ പെട്ടെന്ന് അവനും തിരിച്ചു വിളിക്കേ. ആ, ആ, ഇത്ര പെട്ടെന്ന് പോകേണ്ടതെന്ന് വിചാരിച്ചില്ലല്ലേ? എനിക്കങ്ങനെ പോകണമെന്നൊന്നുമില്ല. പക്ഷെ അവസ്ഥ ഇതായി പോയി. മൊത്തം ലോക്കാ. പിന്നെ എല്ലാവരും വെറുപ്പിക്കാനും പറ്റില്ല. വിഷമിക്കണ്ടാ, പോയിട്ട് വാ. ഒരു ചേഞ്ച് ആവട്ടെ. പുതിയ സ്ഥലം, പുതിയ ആളുകൾ അല്ലേ? നിനക്ക് അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ വൈഫിനോട് പറയാം. അല്ല, അപ്പം നിങ്ങൾ പിരിഞ്ഞെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ? എടാ, അവളിപ്പോഴും എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ്. മാരീഡ് ലൈഫിൽ ഒരുമിച്ച് പോയില്ല എന്ന് തോന്നിയപ്പോൾ പിരിഞ്ഞു. അതും അവളുടെ കുഴപ്പമൊന്നുമല്ല, എൻ്റെ ചില പ്രശ്നങ്ങൾ. ആള് ഫുള്ള് റോങ് ആണല്ലോ. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാറി അവൻ. ഭൂലോക ചെറ്റ. അവൻ്റെ ഭാര്യ ഒരു പാവം കൊച്ച്. എങ്ങനെ ഇവൻ്റെയൊക്കെ കയ്യിലൊന്ന് പെട്ടോന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്. അതിൻ്റെ നടുവിനെന്തോ പ്രശ്നമുണ്ടായിരുന്നു. കിടന്ന കിടപ്പായിരുന്നു. ഈ നാറി നടു ചവിട്ടി ഓടിച്ചതെന്ന് ആൾക്കാർ പറയണേ. സത്യമായിരിക്കും. 1.5 കൊല്ലം മുമ്പ് ആ കൊച്ചു മരിച്ചു. പിന്നെ ആ കൊച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അനിയത്തി കൊച്ചിയോട് വന്ന് നിൽപ്പുണ്ടായിരുന്നു.
അമ്മു. ആ കൊച്ചു മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മു ഈ ടെറസിൽ നിന്ന് കാലുവഴുതിയാണ് മരിച്ചത്. കൊന്നതെന്നും പറയുന്നുണ്ട്. പോലീസല്ലേ, കേസ് തേച്ചു വെച്ചാളെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവനൊക്കെ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. നീ താഴത്തേക്കോ അധികം അവിടെ നിൽക്കണ്ട കേട്ടോ. ആ, ആ. ആ. ഇടയ്ക്ക് രാത്രി പുളി പെട്ടെന്ന് കയറി വരും. ചില സമയത്തൊക്കെ ചത്താ മതി എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് പേടിയാ. ഞാൻ ഇന്നിവിടെ നിന്നോട്ടെ.